ഓപ്പറേഷൻ മെനിവേസ് എന്നൊരു ദൗത്യത്തെപ്പറ്റി ഇസ്രായേൽ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു. അതായത് വെറും 3 മണിക്കൂറിനുള്ളിൽ 120 എലൈറ്റ് ഇസ്രായേലി സൈനികർ സിറിയയിലെ ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രം റെയ്ഡ് ചെയ്ത് നശിപ്പിച്ചതായിരുന്നു ഈ ഓപ്പറേഷൻ. ഇറാന്റെ ധനസഹായത്തോടെയുള്ള ഈ ഡീപ്പ് ലെയർ സൗകര്യത്തിന്റെ നിർമ്മാണം 2017 അവസാനത്തോടെ ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഈ സൗകര്യമാണ് 2024 സെപ്റ്റംബർ 8 മികച്ച ഓപ്പറേഷൻ വഴി ഇസ്രായേൽ ഇല്ലാതാക്കിയത്. നേരത്തെ 1976 ഉഗാണ്ടയിലെ എൻഡബെ തീവ്രവാദ വിരുദ്ധ ദൗത്യം, 1981 ഇറാഖിലെ ഉസ്ര ആണവ റിയാക്ടറിനെതിരായ ഓപ്പറേഷൻ ഓപ്പറ എന്നിവ പോലെയുള്ള മറ്റ് നിരവധി പ്രശസ്തമായ വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. അടുത്തിടെ 2024 ഏപ്രിൽ സിറിയയിലെ ഇറാന്റെ കോൺസുലേറ്റിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 ജനറൽമാരും മറ്റ് 5 ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടിരുന്നു. കൂടാതെ 2024 ജൂലൈയിൽ വടക്കൻ ടെഹ്റാനിൽ ഹമാസ് മേധാവി താമസിച്ചിരുന്ന സൈനിക വിമുക്ത ഭടന്മാർക്കായുള്ള പ്രത്യേക വസതിയിൽ എയർബോൺ ഗൈഡഡ് പ്രൊജക്ടൈൽ ആക്രമണം വഴി ഹമാസ് മേധാവി ഹനിയെയും അംഗരക്ഷകനെയും ഇസ്രായേൽ ഇല്ലാതാക്കിയിരുന്നു. ഇത്തരത്തിലുള്ള ഇസ്രായേൽ പ്രവർത്തനങ്ങളുടെ അനന്തമായൊരു ലിസ്റ്റ് തന്നെയുണ്ട്. പ്രവർത്തനക്ഷമമായ ഹാർഡ് ഇന്റലിജൻസ് ലഭിച്ച ശേഷമാണ് ഓരോ ഓപ്പറേഷനും നടത്തിയത് എന്നതിനാൽ വിജയനിരക്ക് വളരെ ഉയർന്നതായിരുന്നു. ഇസ്രായേൽ ആക്രമണങ്ങളുടെ ആസൂത്രണത്തിൽ നിന്നും നിർവഹണത്തിൽ നിന്നും ലോകത്തിനും ഇന്ത്യക്കും ഒരുപാട് പഠിക്കാനുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സിറിയൻ വ്യോമ പ്രതിരോധത്തിന്റെ ശക്തി കേന്ദ്രമായ പടിഞ്ഞാറൻ സിറിയയിലെ മാസ്യഫ് പ്രദേശത്താണ് ഇറാന്റെ ഈ ഡീപ്പ് ലെയർ സൗകര്യം സ്ഥിതി ചെയ്യുന്നത്. ഇറാന്റെ മിസൈൽ നിർമ്മാണ പരിപാടിയുടെ ഒരു പ്രധാന പദ്ധതിയായിരുന്നു ഈ സൈറ്റ് എന്നത് കൂടാതെ ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും സിറിയയിലെ അസദ് ഭരണകൂടത്തിനും കൃത്യമായി മിസൈലുകൾ വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു ഈ സൗകര്യം. തെക്കൻ സിറിയയിലെ ജംറിയയിലെ ഭൂഗർഭ റോക്കറ്റ് എഞ്ചിൻ നിർമ്മാണ സൈറ്റിൽ മുൻപ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണം അതിനെ നശിപ്പിച്ചതിനാലാണ് ഈ ഭൂഗർഭ സൗകര്യം ഇറാൻ നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. 2021 70 മുതൽ 130 മീറ്റർ വരെ പർവ്വതത്തിനുള്ളിലേക്ക് നിർമ്മിച്ച ഈ ഭൂഗർഭ സൗകര്യം പ്രവർത്തനക്ഷമമാകുകയും മിസൈൽ നിർമ്മാണ ശേഷിയുടെ പൂർണ്ണ തോതിലേക്ക് അടുക്കുകയായിരുന്നു എന്നുമാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ഒന്ന് അസംസ്കൃത വസ്തുക്കൾ, മറ്റൊന്ന് പൂർത്തിയായ മിസൈലുകൾ, മൂന്നാമത്തേത് ലോജിസ്റ്റിക്, ഓഫീസ് അക്സസ് എന്നിവയ്ക്കായി 3 പ്രാഥമിക പ്രവേശന കവാടങ്ങൾ ഈ നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായിരുന്നു. കൂടാതെ 300 കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള 100 മുതൽ 300 വരെ മിസൈലുകൾ ഈ സ്ഥാപനത്തിന്റെ വാർഷിക ഉൽപാദനത്തിൽ ഉണ്ടായിരിക്കുമെന്നും ഇസ്രായേൽ കണക്കാക്കിയിരുന്നു. ഹിസ്ബുള്ളയിലേക്കുള്ള കരയിലെ ആയുധവാഹനങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്താൻ സാധ്യതയുള്ളതിനാൽ ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്റർ വടക്കും സിറിയയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് നിന്നും 45 കിലോമീറ്റർ അകലെയുമായാണ് ഈ സൈറ്റ് മനഃപൂർവ്വം സ്ഥാപിച്ചത്. എന്നിരുന്നാലും ഇസ്രായേൽ ഈ സൗകര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയും കുറെ കാലമായി വ്യോമാക്രമണ പദ്ധതികൾ തയ്യാറാക്കുകയും തുടർച്ചയായി പരിഷ്കരിക്കുകയും ചെയ്തു. 2023 ഒക്ടോബറിലെ ഹമാസിന്റെ ഇസ്രായേലിലെ തീവ്രവാദ ആക്രമണത്തിന് ശേഷമാണ് ഇസ്രായേലി അതിമാരകമായ തിരിച്ചടികൾ ആരംഭിച്ചത്. ദീർഘദൂര നുഴഞ്ഞുകയറ്റ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട എലൈറ്റ് ഷാൽദാഗ് യൂണിറ്റും യുദ്ധത്തിരച്ചിലിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും വൈദഗ്ധ്യമുള്ള യൂണിറ്റ് 669 ദൗത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെടുകയും വിപുലമായ പരിശീലനം നൽകുകയും ചെയ്തു. AH-64 ആക്രമണ ഹെലികോപ്റ്ററുകളുടെയും 21 യുദ്ധവിമാനങ്ങളുടെയും അകമ്പടിയോടെ 100 കമാൻഡോകളും 20 മെഡിക്കുകളും 4 CH-53 യാസുർ ഹെവി ഹെലികോപ്റ്ററുകളിൽ കയറിയതോടെയാണ് പ്രവർത്തനം ആരംഭിച്ചത്. 5 ഡ്രോണുകളും 14 രഹസ്യാന്വേഷണ വിമാനങ്ങളുമായിരുന്നു മറ്റു പ്ലാറ്റ്ഫോമുകൾ. സിറിയൻ റഡാറുകളുടെ കണ്ടെത്തൽ ഒഴിവാക്കാൻ മെഡിറ്ററേനിയൻ കടലിന് മുകളിലൂടെയാണ് ഇസ്രായേലിന്റെ ഫുൾ എയർ ക്രൂയും നിർമ്മാണ കേന്ദ്രം ലക്ഷ്യമാക്കി പറന്നത്. സിറിയയിൽ പ്രവേശിച്ചതിന് ശേഷം AH-64 ഹെലികോപ്റ്ററുകൾ നാപ്പ് ഓഫ് ദി എർത്ത് ഓപ്പറേഷനുകൾ നടത്തിയെന്നാണ് റിപ്പോർട്ട്. അതായത് രാജ്യത്തിന്റെ ഏറ്റവും സാന്ദ്രമായ വ്യോമ പ്രതിരോധ മേഖലകളിൽ നിന്നും രക്ഷപ്പെടാൻ അസാധാരണമാം വിധം AH-64 ഹെലികോപ്റ്ററുകൾ താഴ്ന്നു പറന്നു. മസ്യാഫ് മേഖലയിൽ നിന്നും ശ്രദ്ധ പിടിച്ചു മാറ്റാൻ മറ്റ് സിറിയൻ ലക്ഷ്യങ്ങളിൽ ഈ ഹെലികോപ്റ്റർ വഴിതിരിച്ചുവിടൽ ആക്രമണവും നടത്തി. ഈ സമയത്ത് സൈനികരെ വിന്യസിച്ചുകൊണ്ട് ഹെലികോപ്റ്ററുകൾ ഫെസിലിറ്റിയുടെ പ്രവേശന കവാടങ്ങൾക്ക് സമീപം ലാൻഡ് ചെയ്തു. ഹെലികോപ്റ്ററുകളിൽ വൈദ്യസഹായം തുടർന്നുകൊണ്ട് അപകടത്തിൽപ്പെട്ടവരെ ഒഴിപ്പിക്കാനോ ചികിത്സിക്കാനോ ഹെലികോപ്റ്ററുകൾ ഉടൻ തന്നെ തയ്യാറാവുകയും ചെയ്തു. ഇതിനു പുറമെ കമാൻഡോകൾ നിരീക്ഷണ ഡ്രോണുകൾ വിക്ഷേപിച്ച് പ്രദേശം നിരീക്ഷിക്കുകയും തുടർന്ന് കനത്ത സുരക്ഷയുള്ള സൗകര്യത്തിൽ കൃത്യമായി പ്രവേശിക്കുകയും ചെയ്തു. അകത്ത് പ്രവേശിച്ചപ്പോൾ സംഘം ഉൽപാദന നിരയിലും അതിന്റെ പിന്തുണാ സൗകര്യങ്ങളിലും ഏകദേശം 660 പൗണ്ട് സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കുകയും തുടർന്ന് സംഘം പുറത്തിറങ്ങി വിദൂരമായി ഉൽപാദന കേന്ദ്രം തകർത്ത് നശിപ്പിക്കുകയും ചെയ്തു. 3 മണിക്കൂറിനുള്ളിൽ ദൗത്യം പൂർത്തിയാക്കി അതേ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് സൈനികർ മടങ്ങി ഇസ്രായേലിലെത്തി. ഓപ്പറേഷനിൽ ഏകദേശം 30 സിറിയൻ ഗാർഡുകളെയും സൈനികരെയും ഇല്ലാതാക്കിയതായി ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. അതേസമയം 14 മരണങ്ങളും 43 പേർക്ക് പരിക്കേറ്റതായും സിറിയൻ മാധ്യമങ്ങൾ അറിയിച്ചു. ഈ ഓപ്പറേഷന് സമാനമായ വളരെ മികച്ചൊരു ഓപ്പറേഷൻ ഇന്ത്യയും നടത്തിയിരുന്നു. 2019 ഫെബ്രുവരി 26 പാകിസ്ഥാനിലെ ബലാക്കോട്ടിനടുത്തുള്ള ജബ ടോപ്പിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകര പരിശീലന ക്യാമ്പിനെതിരെ ഇന്ത്യൻ വ്യോമസേന അതിരാവിലെ വ്യോമാക്രമണം നടത്തിയിരുന്നു.
സ്ഫോടക വസ്തുക്കളിലും പീരങ്കികളിലും അടിസ്ഥാനപരവും നൂതനവുമായ തീവ്രവാദ പരിശീലനം നൽകുന്ന ഒരു പരിശീലന ക്യാമ്പ് ബലാക്കോട്ടിൽ സ്ഥിതി ചെയ്തിരുന്നു. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷം ആദ്യമായാണ് ആക്രമണം നടത്തുന്ന യുദ്ധവിമാനങ്ങൾ നിയന്ത്രണരേഖ കടന്ന് വ്യോമാക്രമണം നടത്തിയത്. 40 സൈനികരുടെ മരണത്തിനിടയാക്കിയ ഇന്ത്യൻ CRPF വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണം ജെയ്ഷെ മുഹമ്മദ് അവകാശമുന്നയിച്ചതിനു ശേഷമായിരുന്നു ഇന്ത്യയുടെ ഈ വമ്പൻ വ്യോമാക്രമണം എന്നതും ശ്രദ്ധേയമായിരുന്നു. ഇസ്രായേലിന്റെ സ്പൈസ് 2000 പ്രിസിഷൻ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും മറ്റായുധങ്ങളുമായി 12 മിറാഷ് 2000 ജെറ്റുകൾ ഈ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിരുന്നു. 4 സുഖോയ് 30 MK യുദ്ധവിമാനങ്ങൾ, നേത്ര ഫാൽക്കൺ എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ, ഒരു ഹെറൂൺ UAV, 2 ഇല്യൂഷൻ IL-78 ഏരിയൽ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവ മിറാഷ് വിമാനങ്ങളെ പിന്തുണച്ചു. രാജസ്ഥാൻ സെക്ടറിലെ ബഹവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനത്തിന് നേരെ സ്ട്രൈക്ക് നടത്തിയെന്ന വ്യാജേന ഡെക്കോയ് മിഷനുകളും ഇതോടൊപ്പം പറഞ്ഞിരുന്നു. ജബ ടോപ്പിൽ നടന്ന ഇന്ത്യയുടെ ഈ വമ്പൻ വ്യോമാക്രമണത്തിൽ ഏകദേശം 300 ട്രെയിനികളും ഇൻസ്ട്രക്ടർമാരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. പല എയർബേസുകളിലും വിമാനങ്ങൾ തയ്യാറാക്കുന്നതിൽ വളരെയധികം ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിരുന്നിട്ടും വളരെ ഉയർന്ന തലത്തിലുള്ള രഹസ്യാത്മകത കാത്തുസൂക്ഷിച്ചു എന്നതാണ് ഈ ഓപ്പറേഷന്റെ പ്രധാന ഹൈലൈറ്റ്. ഗ്രേവ്യാർഡ് ഷിഫ്റ്റ് എന്നും വിളിക്കപ്പെടുന്ന എയർ സ്ട്രൈക്കിന്റെ അതിരാവിലെ സമയം എല്ലാ റഡാർ കൺട്രോളർമാരെയും എയർ ഡിഫൻസ് ജീവനക്കാരെയും ഉൾപ്പെടുത്തിയാണ് ഈ ഓപ്പറേഷൻ നടത്തിയത് എന്നതും ഈ ഓപ്പറേഷനെ ശ്രദ്ധേയമാക്കി മാറ്റിയിരുന്നു. പലസ്തീൻ ആവശ്യത്തെ പിന്തുണയ്ക്കുന്ന ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിന് അതിന്റെ നിലനിൽപ്പിന് ഭീഷണിയുണ്ട്. അതിനാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആക്രമിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന അവസ്ഥ തന്നെയാണ്. അവരുടെ മാനസികാവസ്ഥയും സായുധ സേനാ തയ്യാറെടുപ്പുകളും ഉന്മൂലനത്തിനായി ചുറ്റുനിൽക്കുന്ന മതതീവ്രവാദ രാജ്യങ്ങൾക്കെതിരെയുള്ള നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിന്റെ മനസ്സ് രാജ്യത്തിന്റെ പ്രതിരോധവുമായി നന്നായി പൊരുത്തപ്പെടുന്നു എന്നതിനാൽ തന്നെ ആഗോള രാഷ്ട്രീയ പ്രതികരണങ്ങൾ പരിഗണിക്കാതെ കണക്കുകൂട്ടിയ അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ ഇസ്രായേൽ തയ്യാറാണ്. അതോടൊപ്പം അമേരിക്കൻ ഗവൺമെന്റിന്റെ പിന്തുണ ലഭിക്കാൻ ഇസ്രായേലും അമേരിക്കയിലുള്ള അവരുടെ പ്രവാസികളും കഠിനമായി പരിശ്രമിക്കുകയും ചെയ്തു പോരുന്നു. അതിനാൽ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേൽ സ്വയം പോരാടുന്നുവെങ്കിലും അതിന്റെ ജീവനാഡി അമേരിക്ക തന്നെയാണ്. ഏതൊരു സൈനിക നടപടിയുടെയും വിജയം കൃത്യമായി ഇന്റലിജൻസിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇസ്രായേലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റലിജൻസ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് അഥവാ മൊസാദ് എന്നറിയപ്പെടുന്നത് ലോക പ്രശസ്തമായ ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണ്. എല്ലാ ഇസ്രായേലി സൈനിക ഓപ്പറേഷനുകളുടെയും വിജയത്തിന് പിന്നിൽ ഇത് കാര്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സമാധാനത്തിൽ നിങ്ങൾ എത്രത്തോളം വിയർക്കുന്നുവോ അത്രയും യുദ്ധത്തിൽ രക്തം വാർന്നു പോകുമെന്ന വാചകം പിന്തുടരുന്നതാണ് തുടർച്ചയായ ഇസ്രായേലി സൈനിക പരിശീലനം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യുദ്ധം പ്രതീക്ഷിച്ച് ഇസ്രായേൽ ഉയർന്ന ആയുധശേഖരം സൂക്ഷിക്കുകയും വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. എല്ലാ വിജയകരമായ പ്രവർത്തനങ്ങളിലും മിഷൻ റിഹേഴ്സുകളും പൂർണ്ണതോതിലുള്ള മോഡലുകളിലും റിയലിസ്റ്റിക് ലക്ഷ്യങ്ങളിലും ഡെമ്മി സ്ട്രൈക്കുകളും ഉൾപ്പെടെ നിരവധി തയ്യാറെടുപ്പുകൾ ഇതിൽ ഉൾപ്പെടുന്നു. അതിനാൽ തന്നെ ഗാസയിലും ദക്ഷിണ ലെബനോനിലും ഉള്ളതുപോലെ നഗരാന്തരീക്ഷത്തിലുള്ള പോരാട്ടത്തിൽ ഇസ്രായേലിൽ നിന്നും ലോകത്തിന് ഒരുപാട് പഠിക്കാനുണ്ട്. അവസാനമായി ഇസ്രായേലിന് രഹസ്യാന്വേഷണവും സൈനികപരവുമായ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവയിൽ നിന്നും പഠിക്കാനും തിരുത്തലുകൾ വരുത്താനും ഇസ്രായേൽ നിരന്തരം ശ്രമിച്ചു പോരുന്നു. ഈ ഒരു രീതി തന്നെ ഇന്ത്യയും ഉറപ്പായും പിന്തുടരണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.